Hi guys, welcome back to my channel. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കൊള്ളു ഉപ്പേരിയാണ് അല്ലെങ്കിൽ മുതിര ഉപ്പേരിയാണ്. മുതിര ഞാൻ ഓൾറെഡി കുക്കറിൽ വേവിച്ച് വെച്ചു. അപ്പോൾ ഞാൻ എന്താ ചെയ്തത് വെച്ചാൽ ഒരു ഉച്ചയ്ക്ക് തന്നെ കുറച്ച് വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഏകദേശം 1 കപ്പ് മുതിരയാണ് കേട്ടോ ഞാൻ വേവിച്ചത്. അങ്ങനെ വേവിച്ചിട്ട് ഒരു 4-5 വിസിൽ, ഒരു 3-4 വിസിലിന് അല്ലെങ്കിൽ ഒരു 5 വിസിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര വേവുണ്ടെന്ന് നോക്കിയിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വേവിച്ചെടുത്തതാണ്. കുറച്ച് വെള്ളമുണ്ട്, പക്ഷേ നമുക്കത് ഉപ്പേരി ഉണ്ടാക്കുന്ന സമയത്ത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്കിനി വേഗം തന്നെ ഉപ്പേരി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമുക്ക് മുതിര അല്ലെങ്കിൽ കൊള്ളു ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി. നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം എണ്ണ ഓൾറെഡി ചൂടായി വന്നതുകൊണ്ട് നമുക്കിതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂൺ കടുകും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എല്ലാ ഉപ്പേരിയിലും ഒരു നുള്ളു ജീരകം ആഡ് ചെയ്യും. അതേമാതിരി തന്നെ ഒരു നുള്ളു ജീരകം ആഡ് ചെയ്യാണ്. അതുമാതിരി ഒരു വറ്റൽ മുളക്, ഞാനിതിൽ പച്ചമുളകും ആഡ് ചെയ്യുന്നുണ്ട്, മുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു 1/2 കപ്പ് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. 1നെ 4 ആക്കിയിട്ട് മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഒരു മെയിൻ സാധനം ആഡ് ചെയ്യാൻ വിട്ടുപോയി, കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ള ചെറിയ ഉള്ളിയും കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ പോലെ അളവ് ഏകദേശം ഒരു 1/2 കപ്പ് ചെറിയ ഉള്ളി 1നെ 4 ആക്കി കട്ട് ചെയ്തതാണ്. വലുതിനേക്ക് 1നെ 4 ആക്കി കട്ട് ചെയ്തു, ചെറുതൊക്കെ 1നെ 2 ആക്കി കട്ട് ചെയ്തു. ഓക്കെ, അതുമാതിരി ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതും ഞാനതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എരിവില്ല, ഈ ഒരു പച്ചമുളക് എരിവേ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ 4 എണ്ണം എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവ് കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഒരു 1-2 മിനിറ്റ് അത്രേ വേണ്ടു. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും മതി. ഇനി നമ്മൾ വേറെ എരിവിന് വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇതൊന്നും ഒരിഞ്ഞ് വരട്ടെ. ഞാൻ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച മുതിര ആ വെള്ളത്തോടു കൂടെ തന്നെ ഒഴിച്ച് കൊടുക്കുകയാണ്. ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതുവരെ നമ്മൾ ഉപ്പിട്ടിട്ടില്ല. നമ്മൾ വേവിക്കുമ്പോൾ ഞാൻ ആക്ച്വലി കുറച്ച് ഉപ്പിട്ട് വേവിക്കാറുണ്ട്, പക്ഷേ ഇന്ന് ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എല്ലാത്തിനും കൂടെ ചേർത്തിട്ടുള്ള ഒരു ഉപ്പ് ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം ഒന്ന് ചേർന്ന് വരട്ടെ. ഇതിലേക്ക് ഞാൻ ചതച്ച മുളക് ആഡ് ചെയ്യാൻ മറന്നു കേട്ടോ. ഞാൻ ഇതിലേക്ക് ഏകദേശം വീണ്ടും ഒരു 1 ടീസ്പൂൺ ചതച്ച മുളകും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ, എല്ലാം കൂടെ ചേർന്ന് എരിയണ്ട. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് അടച്ച് വെച്ചിട്ട് ഈ വെള്ളം ഒന്ന് എന്തായാലും വറ്റിപ്പോണം. പിന്നെ ഈ ചെറിയ ഉള്ളിയും പച്ചമുളകും എല്ലാം ഒന്ന് യോജിച്ചിട്ട് വരണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ട് ആ ഉപ്പൊക്കെ ഒന്ന് അലിഞ്ഞ് വരണ്ടേ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എക്സ്ട്രാ വെള്ളം വരുവാണെങ്കിൽ നമുക്ക് തുറന്നിട്ട് ലാസ്റ്റ് വറ്റിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതാവട്ടെ. അതിനുശേഷം ഒരു 5 മിനിറ്റ് എല്ലാം ഒന്ന് വെന്ത് വന്ന ശേഷം നമുക്ക് തുറന്നിട്ട് ഇത് സെർവ് ചെയ്യുന്ന പരിപാടി നോക്കാം. എങ്ങനെയാണ് കൺസിസ്റ്റൻസി നോക്കിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് ഒരു 5-10 മിനിറ്റോളം ഞാൻ അടച്ചു വെച്ചിട്ട് വേവിച്ചു. ഇപ്പോൾ കുറച്ചുകൂടെ വെള്ളം ബാക്കിയിരിക്കുന്നുണ്ട് അടിയിൽ വറ്റിപ്പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് തുറന്ന് വെച്ചിട്ട് വെള്ളം ഒന്ന് വറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ചുകൂടെ ഫ്ലേവർ വരാനുള്ള ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഇത് ബെറ്റർ ഇതൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ, അതിന് ശേഷം കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഒരു 5 മിനിറ്റ് വെച്ച ശേഷമാണ് നമ്മുടെ ഉപ്പേരിയിലത്തെ വെള്ളമൊക്കെ വറ്റിപ്പോയത്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ജസ്റ്റ് നല്ലൊരു ഫ്ലേവർ വരും. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി ഇത് നമുക്ക് സുഖമായിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് മൊരിയിച്ച് വേണമെങ്കിൽ എടുക്കാം, ചിലതൊക്കെ ഒന്ന് ക്രിസ്പാക്കിയിട്ട് വേണമെങ്കിൽ എടുക്കാം. ഞാനത് ഈ ഉപ്പേരിയിൽ ഞാൻ ചെയ്യുന്നില്ല. ഞാൻ ആക്ച്വലി ക്രിസ്പാക്കി എടുക്കുന്നത് വേറൊരു രീതിയിൽ ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു.
ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ട് അഭിപ്രായം പറയൂ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയൂ. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. ബൈ ബൈ.